To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ തുടങ്ങാം. ഈ ചാപ്റ്റർ വരുന്നത് ഹ്യൂമൻ ഫിസിയോളജിയിലാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ അഥവാ ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു 10ാം ക്ലാസ്സിൽ. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, ആ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ. നമുക്കിവിടെ 7 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. റീപ്രൊഡക്ഷൻ ഒഴിച്ചുള്ള മറ്റ് ലൈഫ് പ്രോസസ്സ് എല്ലാം തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് റെസ്പിറേഷനാണ്. ശരിക്കും ഡൈജഷൻ ആയിരുന്നു ആദ്യത്തേത്, പക്ഷേ അതിപ്പോൾ ഡിലീറ്റഡ് പോർഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് റെസ്പിറേഷനാണ്. അപ്പോൾ എന്താണ് റെസ്പിറേഷൻ? സാധാരണയായിട്ട് ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ ബ്രീതിങ്ങും റെസ്പിറേഷൻ, ശ്വസനവും റെസ്പിറേഷനും ഒന്ന് തന്നെയാണെന്ന് പറയും, അല്ലേ? അതേസമയം ഒരു ബയോളജിസ്റ്റിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ രണ്ടും രണ്ട് പ്രോസസ്സാണ്. അതായത് ശ്വസനം അഥവാ ബ്രീതിങ് എന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ശ്വാസം വലിച്ചെടുക്കുന്നത്, അതായത് ഇൻഹെയിലിങ്ങും, ശ്വാസം വിടുന്നു, അതായത് എക്സലേഷനും. നമ്മൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെയാണ് അകത്തേക്ക് എടുക്കുന്നത്, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയുള്ള എയർ ആണ് നമ്മൾ ഉച്ഛ്വസിക്കുന്നത്, അല്ലേ? അതേസമയം റെസ്പിറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ബാഹ്യമായ ഈ ഒരു എക്സ്ചേഞ്ച് അല്ല, പകരം ഈ ചെല്ലുന്ന ഓക്സിജൻ നമ്മുടെ സെല്ലിനകത്ത് ചെന്നിട്ട് മൈറ്റോകോൺട്രിയയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥത്തിലെ ഗ്ലൂക്കോസ്, അല്ലേ? ആ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജി സോഴ്സ്, ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ആ ഗ്ലൂക്കോസിനെ വിഘടിച്ച് അതിൽ നിന്ന് നമുക്ക് എനർജി ലഭ്യമാക്കുന്ന ആ പ്രക്രിയയാണ് എന്ത് റെസ്പിറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെസ്പിറേഷൻ പ്രധാനമായും 2 തരത്തിലുണ്ട്. എയ്റോബിക് റെസ്പിറേഷനും ആൻഎയ്റോബിക് റെസ്പിറേഷനും. അതായത് നമ്മുടെ ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും നടക്കുന്ന റെസ്പിറേഷൻ. ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എയ്റോബിക് റെസ്പിറേഷൻ നടക്കും, ഓക്സിജൻ ഇല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഇനി എയ്റോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ലഭിക്കും. അതേസമയം അനൈറോബിക് റെസ്പിറേഷനിൽ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇനി എയ്റോബിക് റെസ്പിറേഷനിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒത്തിരി കൂടുതലാണ്. അനൈറോബിക് റെസ്പിറേഷനിൽ വളരെ കുറച്ച് എനർജി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു ഈസ്റ്റിലാണ് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അതിനെ നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയും, അല്ലേ? അത് നമ്മൾ കമേഴ്ഷ്യലി ഉപയോഗിക്കാറുണ്ട്. പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനും നമ്മൾ ഫെർമെന്റേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ എവിടെയൊക്കെ ഫെർമെന്റേഷൻ നടക്കാം? നമ്മുടെ മസിൽ സെൽസിൽ എക്സസൈസിന്റെ സമയത്ത് ഓക്സിജൻ ലഭ്യമല്ലെങ്കിൽ മസിൽ സെൽസും എന്ത് നടത്തും? അനൈറോബിക് റെസ്പിറേഷൻ നടത്തും. അതുകൂടാതെ ഇത് രണ്ടുമല്ലാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ താമസിക്കുന്ന പാരസൈറ്റ്സ് ഉണ്ടല്ലേ, അവയെ നമ്മൾ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയും. ഈ എൻഡോ പാരസൈറ്റ്സും അനൈറോബിക് റെസ്പിറേഷൻ ആണ് നടത്തുന്നത്. പിന്നെ മറ്റൊരു സെല്ല് നമ്മുടെ ബോഡിയിലുള്ളത് RBC. RBC മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. എന്താണ് അതിന്റെ വ്യത്യാസം? അതെ, അതില് ന്യൂക്ലിയസ് അഥവാ മർമ്മം ഇല്ലാത്ത സെൽസ് ആണ്, അല്ലേ? അപ്പോൾ RBCയിൽ മൈറ്റോകോൺട്രിയയും ആബ്സെന്റ് ആണ്. മൈറ്റോകോൺട്രിയ ഇല്ലെങ്കിൽ എയ്റോബിക് റെസ്പിറേഷൻ സാധ്യമാകുമോ? ഇല്ല. അപ്പോൾ RBCയിലും എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നില്ല. ഇനി നമുക്ക് പല ഓർഗാനിസത്തിന്റെ മെക്കാനിസം ഓഫ് ബ്രീതിങ് നോക്കാം. അവരെങ്ങനെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? 2 കാര്യങ്ങളാണ്. ഒന്ന് ഹാബിറ്റാറ്റ്, എവിടെയാണത് താമസിക്കുന്നത്, കരയിലാണോ വെള്ളത്തിലാണോ, എങ്ങനെ അഡാപ്റ്റഡ് ആണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അവരുടെ ബോഡി എത്രത്തോളം വികസിച്ചിട്ടുണ്ട്. നമ്മൾ ആനിമൽസ് അല്ലെങ്കിൽ ആനിമൽ വേൾഡ് നോക്കുകയാണെങ്കിൽ സെല്ലുലാർ ലെവൽ മുതലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ചില ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരിക്കും, അവർക്ക് വേറെ ടിഷ്യൂ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ളവയെല്ലാം വരുന്നതാണ് ഈ സ്പോഞ്ചസ്. പിന്നെ ചില ഓർഗാനിസം കുറച്ചും കൂടി ആകുമ്പോഴേക്കും അവ കുറച്ചൊരു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സീലന്റ് റേസും ഫ്ലാറ്റ് വോംസ് ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ ഈ ഫൈലോ എല്ലാം പഠിക്കും. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ വളരെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരത്തിന്റെ പുറത്തു, ഈ ശരീരത്തിലെ എല്ലാ വശത്തും കൂടി ഡിഫ്യൂഷൻ നടക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ മുഖേനയാണ് ഇവിടെ എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഒരു ഓർഗനോ ഒരു മെമ്പറൈനോ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ഡിഫ്യൂഷനാണ് നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് മൂവ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന കുറച്ചും കൂടി ഇവോൾവ് ആയിട്ടുള്ള ആനിമൽസ് എന്ന് പറയുന്നത് earthworms ആണ്.
എർത്ത് വേംസ് എന്ന് പറഞ്ഞാൽ മണ്ണിരയെ നമ്മൾ മണ്ണിന്റെ പുറത്ത് കാണാറില്ല അല്ലേ. നമ്മളൊന്ന് മണ്ണ് ഇളക്കിയാൽ മണ്ണിന്റെ ഫസ്റ്റ് ലെയറിന്റെ അടിയിലാണ് എർത്ത് വേംസ് കാണുന്നത്. കാരണം അവ ഡയറക്റ്റ് ലൈറ്റിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നു. അവരുടെ ത്വക്കിൽ നിന്നാണ് അവരെ ശ്വസിക്കുന്നത്. അപ്പോൾ ത്വക്ക് എപ്പോഴും നനവുള്ളതായിരുന്നാൽ മാത്രമേ ശ്വസനം സാധ്യമാകൂ. അപ്പോൾ ആ സ്കിന്നുകൊണ്ട് റെസ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ റെസ്പിറേഷൻ നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത എർത്ത് വേം കഴിഞ്ഞിട്ട് വരുന്ന വലിയൊരു ഫൈലമാണ് ആർത്രോപോഡ്സ്. ആർത്രോപോഡ്സിലെ ഏറ്റവും വലിയൊരു ക്ലാസ് ആണ് ഇൻസെക്ട്സ്. ഇൻസെക്റ്റ എന്നാണ് ക്ലാസിന്റെ പേര്. അപ്പോൾ ഈ ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ ഇവയെല്ലാം തന്നെ വരുന്ന ഈ ഗ്രൂപ്പിൽ ശ്വസനം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസെക്ട്സിന്റെ ബോഡിയുടെ സൈഡിൽ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസിനകത്ത് ഒരു ചെയിൻ പോലെ കുറേ ട്യൂബ്യൂൾസ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഈ വാതകങ്ങൾ കടന്നു പോകുമ്പോൾ എക്സ്ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ആർത്രോപോഡ്സ് ഗ്രൂപ്പിൽ തന്നെ വെള്ളത്തിലുള്ള ആർത്രോപോഡ്സ് ഉണ്ട്, അതായത് അക്വാട്ടിക് ആർത്രോപോഡ്സ്. അതിന് എക്സാമ്പിൾ നമ്മുടെ പ്രോൺസ് ഒക്കെയാണ്, കൊഞ്ച്. അതിലൊക്കെ അതും പിന്നെ മൊളസ്ക്, ഈ ഷെൽഡ് ആനിമൽസ്, കല്ലുമക്ക അങ്ങനെയുള്ള വരുന്ന ഒക്ടോപ്പസ്, അതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ മൊളസ്കിൽ വരുന്നതാണ്. ഈ മൊളസ്കിലും അക്വാട്ടിക് ആർത്രോപോഡ്സും അവ വെള്ളത്തിലാണ്. അപ്പോൾ ഏതായിരിക്കും റെസ്പിറേറ്ററി ഓർഗൻ? ഗിൽസ് ആണ് അല്ലേ. അപ്പോൾ ഗിൽസിൽ കൂടി റെസ്പയർ ചെയ്താൽ അതിനെ നമ്മൾ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, അതായത് കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം സ്വാഭാവികമായിട്ടും ലങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ലങ്സിനോടുള്ള റെസ്പിറേഷനെ നമ്മൾ പറയുന്ന പേരാണ് പൾമനറി റെസ്പിറേഷൻ. അപ്പോൾ ബ്രാക്കിയൽ റെസ്പിറേഷൻ, പൾമനറി റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ഓർഗാനിസംസ് എല്ലാം ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, അതായത് നട്ടലില്ലാത്ത ആനിമൽസ് ആണ്. ഇനി നട്ടൽ അല്ലെങ്കിൽ നോട്ടോകോഡൽ വെർട്ടിബ്രേറ്റ്സിൽ വരുമ്പോഴോ 5 ക്ലാസ്സസ് ആണ് ഉള്ളത്. സ്പൈസസ് അഥവാ ഫിഷസ്, നമ്മുടെ മത്സ്യം. ദെൻ ആംഫിബിയൻസ്, ഉഭയജീവികൾ അല്ലേ. ദെൻ റെപ്റ്റൈൽസ്, ഉരകവർഗ്ഗങ്ങൾ. ഏഴ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, നമ്മുടെ പക്ഷികൾ. ആൻഡ് മാമൽസ്, സസ്തനികൾ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഫിഷസ് എന്ന് പറയുന്നത് വെള്ളത്തിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ അക്വാട്ടിക് ആർത്രോപോഡ്സിനെ പോലെ വെള്ളത്തിൽ കഴിയുന്നത് കൊണ്ട് ഫിഷസിനെല്ലാം ഗിൽസ് ആണ്. അതേസമയം മാമൽസും റെപ്റ്റൈൽസും ബേർഡ്സും എല്ലാം വരുമ്പോൾ അവർ കരയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലങ്സ് ഉണ്ട്. ഇനി ഇവിടെ ഞാൻ പറയാത്ത ഒരാൾക്കാരുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ. അതാണ് ആംഫിബിയൻസ്. ആംഫിബിയൻസിന് അവരുടെ പല മെത്തേഡ്സ് ആണ്. കരയിലുള്ള ഫ്രോഗ് അവരൊക്കെ ലങ്സ് വെച്ചിട്ടാണ് റെസ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിൽ ലാർവൽ സ്റ്റേജിൽ വെള്ളത്തിലായിരിക്കുമ്പോൾ അതിന് ഗിൽസ് ഉണ്ട്. പിന്നെ ഈ ജീവികളെല്ലാം കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് തന്നെ അവർ വിന്റർ സ്ലീപ്പ്, അതായത് ഹൈബർനേറ്റ് ചെയ്യും. ഈ ഹൈബർനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്കിന്നിൽ കൂടിയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഇത് ഡയറക്റ്റ് ആണ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. കാരണം അവർക്ക് ഡയറക്റ്റ് ഡിഫ്യൂഷൻ അല്ല, പകരം സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇനി ഇവിടെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റെസ്പിറേഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ പഠിക്കാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് എക്സ്റ്റേണലി ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് തുറക്കുന്ന 2 നാസാദ്വാരങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പേരാണ് നോസ്ട്രിൽസ് അഥവാ നെയേഴ്സ്. അത് രണ്ടും അകത്തേക്ക് ഒരു നേസൽ പാസേജിലേക്കാണ് തുറക്കുന്നത്, അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നേസൽ ചേംബർ എന്ന് പറയാം. ഈ 2 ചേംബേഴ്സ് നടുക്ക് ഒരു ബോൾ കൊണ്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് സെപ്റ്റം. അപ്പോൾ നമുക്ക് മൂക്കിനകത്ത് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഹെയറും മ്യൂക്കസും ഉണ്ട് അല്ലേ. അപ്പോൾ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അതും ഈ ഹെയറും ചേർന്നിട്ട് അകത്തേക്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ കടന്നുകൂടുന്ന എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഹാർംഫുൾ ഓർഗാനിസത്തിനെ എല്ലാം ട്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ എയറിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് അകത്തോട്ട് അയക്കുന്നത്. അത് കഴിയുമ്പോൾ വരുന്ന റീജിയനിൽ വെച്ചിട്ട് ഈ എയറിനെ ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്യും, അതായത് കുറച്ചൊന്ന് ഈർപ്പമുള്ളതാക്കും. പിന്നെ കണ്ടീഷൻ ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടും. അതായത് ഈ ശ്വസിക്കുന്ന വായുവിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാൾ, അതായത് താപനിലയേക്കാൾ ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ശരീര താപനിലയിലേക്ക് ഉയർത്തുന്നതോടുകൂടി ഈ മോളിക്യൂൾസിനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും, ടെമ്പറേച്ചർ കൂടുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് കൂടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസും കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടുമെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇത് എങ്ങോട്ട് പോകും? അടുത്ത റീജിയൻ ഉണ്ട്, അവിടെയാണ് നമുക്ക് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത്. അതെന്തിനുള്ളതാണ്? സ്മെൽ അറിയാനുള്ളത്. അതും കഴിഞ്ഞിട്ട് ഇത് എവിടേക്ക് ചെല്ലും?
നമ്മുടെ അപ്പർ ഫാരിങ്സ് റീജിയനിലോട്ട് തൊണ്ടയുടെ മേളിൽ അത് വന്ന് തുറക്കുന്ന ഭാഗമാണ് നേസോ ഫാരിങ്സ്. ഒപ്പം തന്നെ ബക്കൽ ക്യാവിറ്റിയും ഫാരിങ്സിലേക്കാണ് തുറക്കുന്നത്. അത് ഓറോ ഫാരിങ്സ് എന്ന് പറയും. അപ്പോൾ ഇതൊരു കോമൺ ഓപ്പണിംഗ് ആണ്. നേസൽ ക്യാവിറ്റിക്കും ബക്കൽ ക്യാവിറ്റിക്കുമുള്ള കോമൺ ഓപ്പണിംഗ് ആണ് ഈ ഫാരിങ്സ് എന്ന് പറയുന്നത്, തൊണ്ടയുടെ ഭാഗം. അവിടുന്ന് താഴേക്ക് വരുന്നതാണ് ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറയുന്നതാണ് വോയിസ് ബോക്സ്. അതൊരു കാർട്ടിലേജിനസ് ബോക്സ് ആണ്. സ്ത്രീകളിൽ അത് അത്ര പ്രോമിനൻ്റ് ആയിരിക്കില്ല, പുരുഷന്മാരിൽ അത് കുറച്ചൊരു പ്രോമിനൻ്റ് ആയിരിക്കും. നമ്മളതിനെ ആഡംസ് ആപ്പിൾ എന്ന് പറയാറുണ്ട്. അത് കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിലുള്ള വോക്കൽ കോഡ്സിന്റെ വൈബ്രേഷൻ, അതിൽ തന്തുക്കളുണ്ട് അല്ലെ, വൈബ്രേഷൻ ഉണ്ട്. അതുമൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് നമ്മുടെ വായു കടന്നു പോകുന്ന വിൻഡ് പൈപ്പ് ഉള്ളത്. അപ്പോൾ ആ വിൻഡ് പൈപ്പിന്റെ മറ്റൊരു പേരാണ് ട്രക്കിയ. ഞാൻ 10ാം ക്ലാസ്സിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രക്കിയയിൽ ഓപ്പൺ ആയിരുന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ട്രക്കിയയിലേക്ക് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഈ ട്രക്കിയയുടെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഗ്ലോട്ടിസ്. ഓക്കെ, ആ വായുടെ ഭാഗം, അതായത് ഈ വായല്ല, ഈ ട്രക്കിയയുടെ ഓപ്പണിങ്, ആ വായുടെ ഭാഗത്തെ പറയുന്ന പേരാണ് എന്താ, ഗ്ലോട്ടിസ്. ആ ഗ്ലോട്ടിസിന്റെ അവിടെ ഒരു കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലാപ്പ് ഉണ്ട്, ഒരു അടപ്പ്. ആ അടപ്പിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ നമ്മൾ വിഴുങ്ങുന്ന സമയത്ത്, ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് ഒന്ന് അടയും. അതുകൊണ്ട് തന്നെ ഭക്ഷണം എങ്ങോട്ട് പോകില്ല, നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് പോകാതെ പകരം ഫുഡ് പൈപ്പിൽ തന്നെ പോയി ചേരും. ഇനി ഈ വിൻഡ് പൈപ്പ് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അത് കൊളാപ്സ് ആവാതിരിക്കാൻ അവിടെ എന്തുണ്ട്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്. ഈ കാർട്ടിലേജിനസ് റിങ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിംഗ് അല്ല, അത് ഹാഫ് റിങ്സ് ആണ്. സി ഷേപ്ഡ്, ഇങ്ങനെ ബിഹൈൻഡ് പിറകിൽ അത് ജോയിൻ ചെയ്യുന്നില്ല. അപ്പം എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അല്ലേ. അത് തിരിച്ചു വന്നിട്ട് നമ്മുടെ 5ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഭാഗത്ത് വെച്ചിട്ട് രണ്ടായി തിരിയുന്നു. അപ്പോൾ എന്താണ് ഈ തൊറാസിക്? ഇനി നിങ്ങൾ കുറേ ടേംസ് പഠിക്കും കേട്ടോ ബയോളജിയിൽ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ആദ്യമൊക്കെ തോന്നാം, പക്ഷെ നിങ്ങൾ അതൊന്നും കൊണ്ട് ബയോളജിയെ വെറുക്കരുത്. ബയോളജി വളരെ മനോഹരമായൊരു സബ്ജക്റ്റാണ്. ഒത്തിരി ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ എനിക്കൊക്കെ ഇത്രയും ടെർമിനോളജീസ് ഓർത്ത് വയ്ക്കുകയെങ്കിൽ നിങ്ങളെപ്പോലെ ബ്രില്യൻ്റ് ആയ കുട്ടികൾക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ പ്രാക്ടീസാണ്. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ അയ്യോ ഇതൊക്കെ എന്തുമാത്രം വേർഡ്സ് ടീച്ചർ ഈ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ പോകെ നമ്മളതെല്ലാമായിട്ട് വളരെ യൂസ്ഡ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഭാഗത്തിനെയാണ് പറയുന്നത് ടോർസോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഈ കൈയും കാലും എന്ന് പറയുന്നത് അഡീഷണൽ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പർ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് തൊറാസിക് ചേംബർ, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം. താഴെയുള്ളതാണ് വയറിന്റെ ഭാഗം, അതിനെയാണ് നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തിയാണ് ഡയഫ്രം. അതിങ്ങനെ ഒരു ഡൂം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഡയഫ്രത്തിന്റെ മുകളിൽ ചെസ്റ്റ് ക്യാവിറ്റി, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്താണ് നമ്മുടെ ശ്വസന അവയവങ്ങൾ, റെസ്പിറേറ്ററി ഓർഗൻ, ലങ്സും ശ്വാസകോശങ്ങളും ഹൃദയവും ഒക്കെ. അതേസമയം താഴെയുള്ള വയറിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ്, നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ബാക്കി പാർട്സ്, അതായത് സ്റ്റൊമക്കും ബാക്കി കാര്യങ്ങൾ, പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം, കിഡ്നിയും അതിന്റെ അസോസിയേറ്റഡ് ഓർഗൻസും ഉണ്ട്. അപ്പോൾ ഈ തൊറാസിക് ചേംബറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പിറകിൽ എന്തുണ്ട്, നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് വരുന്ന മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കും ഈ വെർട്ടിബ്രൽ കോളത്തിൽ വെർട്ടിബ്രയുടെ നമ്പറും കാര്യങ്ങളും. അതിൽ ആദ്യത്തെ 7 എണ്ണം നമ്മുടെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സെർവിക്കൽ വെർട്ടിബ്രയാണ്. സെർവിക്കൽ വെർട്ടിബ്ര കഴിഞ്ഞിട്ട് വരുന്ന 12 എണ്ണമാണ് നമ്മുടെ തൊറാസിക് വെർട്ടിബ്ര. അപ്പോൾ ഇവിടെ കഴുത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണിയാൽ 1 2 3 4 5 5യുടെ ലെവലിൽ വെച്ചിട്ടാണ് ഈ വിൻ പൈപ്പ് രണ്ടായിട്ട് തിരിയുന്നത്. അതായത് ഏതാണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ വിൻ പൈപ്പ് രണ്ടായിട്ട് മാറുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രോങ്കസ്. ഈ ബ്രോങ്കസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. പ്ലൂറലായിട്ട് എന്ത് പറയാം, ബ്രോങ്കായ്. ഓക്കെ, 2 ബ്രോങ്കായ് ഉണ്ടാകുന്നു. എന്നിട്ട് ഓരോ ബ്രോങ്കസും ഓരോ ലങ്സിനകത്തേക്ക് കടന്നിട്ട് പിന്നെയും ബ്രാഞ്ച് ചെയ്ത് പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടേർഷ്യറി ബ്രോങ്കസ് ആൻഡ് ഇനീഷ്യൽ ബ്രോങ്ക്യൂൾസ് വരെ എത്തുന്നു. അതുവരെയുള്ള ഭാഗത്ത് നമ്മുടെ കാർട്ടിലേജിനസ് റിങ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യും. ആ ഇനിഷ്യൽ ബ്രോങ്ക്യൂൾസ് കഴിഞ്ഞു വരുന്നതാണ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. ടെർമിനൽ ബ്രോങ്ക്യൂൾസ് കഴിഞ്ഞു വരുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി റീജിയൻ, അതായത് കുറച്ച് ഡക്റ്റ്. ആ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടാണ്, നമ്മുടെ ആൽവിയോളയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഭാഗമാണ് റെസ്പിറേറ്ററി പാർട്ട്. അപ്പോൾ നമ്മൾ ഈ മൂക്കിന്റെ നാസാദ്വാരങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ നമ്മുടെ ഈ ടെർമിനൽ ബ്രോങ്ക്യൂൾസ് വരെയുള്ള ഭാഗത്ത് എന്തേ നടക്കുന്നുള്ളൂ, കണ്ടക്ഷൻ ഓഫ് എയർ മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല, എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഭാഗം ശരിക്കും ഒരു ഡെഡ് സ്പേസ് എന്ന് പറയാം അല്ലേ. ആ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് അവർ റെസ്പിറേറ്ററി സിസ്റ്റം. അതേസമയം അവസാനത്തെ ആ ആൽവിയോളായി റീജിയനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി റീജിയൻ. അവിടെ എന്താണുള്ളത്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതിനെ നമുക്ക് എക്സ്ചേഞ്ച് പാർട്ട് എന്നും പറയാം. അപ്പോൾ ഇത് നമ്മൾ 10ൽ പഠിച്ചിട്ടില്ല. ആദ്യത്തെ ഭാഗങ്ങൾ അപ് ടു ടെർമിനൽ ബ്രോങ്ക്യൂൾസ് നമ്മൾ എന്ത് പറയുന്നു, കണ്ടക്റ്റിംഗ് പാർട്ടും. അത് ശേഷം വരുന്നത്
എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ ബ്രോങ്കസ് ഡിവൈഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസിനാണ് നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രോങ്കസിൻ്റെയും കുഞ്ഞാണ് ബ്രോങ്കിയോൾസ്. അപ്പോൾ ഇനി ഇവിടെ കണ്ടക്റ്റിംഗ് പാർട്ടിൽ എന്ത് നടക്കുന്നു? കണ്ടക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കണ്ടക്ഷൻ മാത്രമാണോ നടക്കുന്നത്? അല്ല. കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ മറ്റു ഫങ്ഷൻസ് എന്താണ്? ഈ എയറിനെ ഫിൽട്ടർ ചെയ്യുക, കണ്ടക്ട് ചെയ്യണം ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഫിൽട്ടറിങ് ഓഫ് എയർ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഹ്യൂമിഡിഫൈസ് ദ എയർ. നാലാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഫിൽട്ടറിങ് കഴിഞ്ഞു. ഓക്കെ, കണ്ടീഷൻസ് ദ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുന്നത്. ഇതെല്ലാം അവിടെ നടത്തിയിട്ടാണ് നമ്മുടെ ആൽവിയോളയിലോട്ട് കൊടുക്കുന്നത്. ആൽവിയോളയാണ് അതിൻ്റെ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. നമുക്കിനി ശ്വാസകോശത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമുക്ക് രണ്ട് ശ്വാസകോശമുണ്ട് അല്ലേ? തൊറാസിക് റീജിയനിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നമുക്ക് എപ്പോഴും അറിയാം ഇപ്പുറത്ത് വരുന്നത് ലെഫ്റ്റ് ആണ്, ഇതാണ് റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് ലങ്സും റൈറ്റ് ലങ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് തിന്നാണ്, കുറച്ച് ലോങ് ആണ്. ഇത് കുറച്ചും കൂടെ ബ്രോഡാണ്. ഇതിൽ നമുക്ക് രണ്ട് ലോബ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സുപ്പീരിയർ ലോബും ഇൻഫീരിയർ ലോബ്. സുപ്പീരിയർ എന്ന് വെച്ചാൽ മുകളിൽ, ഇൻഫീരിയർ താഴെ. അതേസമയം ഇവിടുത്തെ റൈറ്റ് ലങ് എന്ന് പറയുന്നത് 3 ലോബ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സുപ്പീരിയർ ഇൻഫീരിയറും കൂടാതെ ഇടയ്ക്കൊരു മിഡിൽ ലോബും കൂടി ഇവിടെയുണ്ട്. ഇനി രണ്ട് ലങ്സിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറയുന്ന പേരാണ് മീഡിയാസ്റ്റീനം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗത്ത്, അതായത് ഹാർട്ട് കുറച്ച് ലെഫ്റ്റിലേക്കാണ് ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലങ്ങിൽ കുറച്ചൊരു നോച്ച് ഉണ്ട്, ഒരു ചെറിയൊരു കുഴി ഉള്ള ഒരു ഭാഗം, ഒരു കേർഡ് പാർട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് കാർഡിയാക് നോച്ച്. കാർഡിയാക് മീൻസ് വാട്ട്? റിലേറ്റഡ് ടു ഹാർട്ട് അല്ലേ? ഹാർട്ടുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഹാർട്ടിനെ വെക്കാനായിട്ടുള്ള ആ സ്പേസ് ആണ് കാർഡിയാക് നോച്ച്. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള കവറിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിന് 2 ലെയർ കവറിംഗ് ആണ് ഉള്ളത്. ആ കവറിങ്ങിനെ പറയുന്ന പേരാണ് പ്ലൂറൽ മെംബ്രെയിൻസ്. ഔട്ടർ പ്ലൂറൽ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ പ്ലൂറൽ മെംബ്രെയിനും ഉണ്ട്. ഈ ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് വിസറൽ പ്ലൂറ. ഈ വിസറൽ പ്ലൂറ നമ്മുടെ ലങ്ങിനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്ന ഒരു ലെയറാണ്. അത് നമ്മുടെ ലങ്ങിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയാം. അതേസമയം പെറൈറ്റൽ പ്ലൂറ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി, തൊറാസിക് ചേംബറിൻ്റെ അകത്തെ ലെയറാണ്, ഇന്നർമോസ്റ്റ് ലെയറാണ്. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. സോ പ്ലൂറൽ മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇനി ഈ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, അത് നമ്മുടെ ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യും. പെട്ടെന്ന് ഒരു ഇടി എങ്ങനെ നെഞ്ചിൽ കിട്ടിയാൽ എവിടെയും ചെന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ പറ്റുമ്പോൾ കുറച്ചൊന്ന് ഒരു പ്രൊട്ടക്ഷൻ തരാനായിട്ട് അതിന് സാധിക്കും. അതുകൂടാതെ ലങ്ങിൻ്റെ പുറത്തുള്ള ഫ്രിക്ഷൻ, എപ്പോഴും ലങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ. അപ്പോൾ ആ ഫ്രിക്ഷൻ കുറയ്ക്കാനും എന്ത് സഹായിക്കും? നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ തൊറാസിക് ചേംബർ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചേംബറാണ്. എന്തിനാണ് ഇത് എയർ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലങ്ങിൻ്റെ വോളിയവും അതിൻ്റെ പ്രഷറും അനുസരിച്ചാണ് നമ്മുടെ ശ്വസനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എയർ ടൈറ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില വേർഡ്സ് ഉണ്ട്. ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഡോർസൽ, വെൻട്രൽ, അങ്ങനെയൊക്കെ. ഇപ്പോൾ ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗമാണ് ആൻറ്റീരിയർ. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ വാലിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഏനൽ. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാഗമാണ് ആൻറ്റീരിയർ അല്ലേ? താഴോട്ട് കാലിൻ്റെ ഭാഗമൊക്കെ പോസ്റ്റീരിയർ എന്ന് പറയാം. അതേസമയം ഇങ്ങനെ ഇഴയുന്നൊരു പാമ്പാണെങ്കിലോ അതിൻ്റെ മൗത്തിൻ്റെ ഭാഗമാണ് ആൻറ്റീരിയർ, വാലാണ് പോസ്റ്റീരിയർ. എല്ലാ ആനിമൽസും അങ്ങനെ തന്നെയാണ്. ഇനി മനസ്സിലാക്കേണ്ട 2 ടേംസ് ആണ് ഡോർസലും വെൻട്രലും. ഡോർസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതുകിൻ്റെ ഭാഗം, വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ 4 കാലിൽ നിൽക്കുന്ന ആനിമൽസിനൊക്കെ വെൻട്രൽ ഭാഗം മണ്ണിനോട് വരുന്ന ഭാഗവും പുറം ഭാഗമാണ് ഡോർസൽ. നമുക്ക് വെർട്ടിബ്രൽ കോളം വരുന്നത് ഡോർസൽ, ഈ ഭാഗമാണ് വെൻട്രൽ. അപ്പോൾ മനസ്സിലായല്ലോ? ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഡോർസൽ, വെൻട്രൽ. ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പോസ്റ്റീരിയർ സൈഡിൽ എന്തുണ്ട്? ഡയഫ്രം ഉണ്ട് അല്ലേ? ഈ ഡയഫ്രം അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്? അബ്ഡോമിനൽ ചേംബറിൽ നിന്ന്. ഇനി ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് ബോൺ ഉണ്ട്. ആ ബോണിൻ്റെ പേരാണ് സ്റ്റേർണം. ചെസ്റ്റ് ബോൺ എന്ന് പറയും, സ്റ്റേർണം എന്ന് പറയും. ഓക്കെ. ഇനി ബാക്കിൽ നമുക്ക് എന്തുണ്ട്? അപ്പോൾ ഇത് ഏത് ഭാഗമാണ്? വെൻട്രൽ സൈഡ്. ഇനി ഡോർസലിൽ നമുക്ക് എന്തുണ്ട്? വെർട്ടിബ്രൽ കോളം ഉണ്ട് അല്ലേ? ഇനി ഈ സ്റ്റേർണം വെർട്ടിബ്രൽ കോളം കളക്ട് ചെയ്ത് സൈഡ് പ്രൊട്ടക്ഷൻ ആരുണ്ട്? റിബ്സ് ഉണ്ട്, റിബ് കേജ് ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടി ചേർന്നിട്ട് മേൽഭാഗം ആൻറ്റീരിയർ പാർട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണ്. ഒരു ചെറിയ ശ്വസന നാളിൽ കൂടി അല്ലെങ്കിൽ ഒരു വിൻ പൈപ്പിൽ കൂടി മാത്രമാണ് എയർ അങ്ങോട്ട് താഴോട്ട് പോകുന്നത്. ഓൾറെഡി അതൊരു ക്ലോസ്ഡ് ഒരു ബോട്ടിൽ നെക്ക് പോലെയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തൊറാസിക് ചേംബറിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിബ്സ് മൂവ് ചെയ്യുമ്പോൾ ആ തൊറാസിക് ചേംബറിൻ്റെ
വോളിയം അല്ലെങ്കിൽ വ്യാപ്തിയിലുണ്ടാകുന്ന ആ വ്യത്യാസം നമ്മുടെ ലങ്സിലും പ്രതിഫലിക്കും. അതായത് ഞാൻ പറഞ്ഞു, ഈ പെരൈറ്റൽ എന്ന് പറയുന്ന ലെയർ നമ്മുടെ തൊറാസിക് ചേമ്പറിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അപ്പോൾ പെരൈറ്റൽ ഇങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ ലങ്ങും വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ലങ്ങിന്റെ വ്യാപ്തം കൂടും, തിരിച്ചു വിടുമ്പോൾ ലങ്ങിന്റെ വ്യാപ്തി കുറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ ഉണ്ട്. ഇനി മൊത്തത്തിൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്നത് പൾമണറി വെന്റിലേഷൻ അഥവാ ശ്വസനം എന്ന പ്രക്രിയയാണ്. ഓക്സിജൻ നിറഞ്ഞ എയറിനെ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ എയറിനെ നമ്മൾ പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? റെസ്പിറേഷൻ, ബ്രീതിങ് അല്ലെ. റെസ്പിറേഷനും ബ്രീതിങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ എടുത്ത ഓക്സിജൻ എങ്ങോട്ട് പോകും? നമ്മുടെ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് പോകും. അവിടെ വെച്ച് ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് വരും. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആദ്യത്തെ എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ഇനി ഓക്സിജനെ ബ്ലഡിലായി കഴിഞ്ഞു. ഇനി ബ്ലഡ് ഈ ഓക്സിജനെ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിനൊക്കെ കൊടുക്കും. അവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്സിജൻ ടിഷ്യൂസിലേക്ക് പോകും. ടിഷ്യൂസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ടിഷ്യൂസിൽ ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് പോലെയുള്ള സബ്സ്ട്രേറ്റിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് തകർത്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്ത് നമുക്ക് തരുന്നു. അപ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആവും. പക്ഷേ അതോടൊപ്പം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ട് ആ സെല്ലിൽ. അതെന്ത് ചെയ്യും? ബ്ലഡിലോട്ട് വരും. തിരിച്ചത് ബ്ലഡ് ലങ്സിൽ കൊണ്ടുവരും. അപ്പം ആൽവിയോളയിലോട്ട് കയറും, പുറത്തു പോകും. അപ്പോൾ ആദ്യം ഓക്സിജൻ എടുക്കുന്നു, ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നു, ബ്ലഡ് ഓക്സിജനെ ടിഷ്യൂസിൽ കൊണ്ടുപോകുന്നു, ടിഷ്യൂസിൽ അത് ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് കയറുന്നു, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡിലേക്ക് വരുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിന് കൊണ്ടുവരുന്നു, അത് ആൽവിയോളയിലേക്ക് ചാടുന്നു, പുറത്തേക്ക് എക്സേൽ ചെയ്യുന്നു. ഇതിൽ ഈ സെല്ലിനകത്ത് ചെന്നിട്ട്, ടിഷ്യൂവിലെ സെല്ലിനകത്ത് ചെന്നിട്ട് ഈ ഓക്സിജൻ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്നുള്ള പ്രോസസ്സ് നമ്മൾ മറ്റൊരു ചാപ്റ്ററായ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ പഠിക്കും. പക്ഷേ അതിനു മുമ്പുള്ള ഈ 4 പ്രോസസ്സസ്, അതായത് പൾമണറി വെന്റിലേഷൻ, എക്സ്ചേഞ്ച് ഇൻ ദ ആൽവിയോളായി, ട്രാൻസ്പോർട്ട്, പിന്നെ എക്സ്ചേഞ്ച് അറ്റ് ദ ടിഷ്യൂ ലെവൽ, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. ഒപ്പം തന്നെ നന്നായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. വേർഡ്സ് ഒക്കെ റിപ്പീറ്റഡ്ലി ഓർത്ത് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.